വൈശാഖ് ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത് ഇൻഡിപെൻഡന്റ് ഡയറക്ടോറിയൽ കരിയറിലെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്ന എന്റെ ക്ലോസപ്പ് ആണ്. എപ്പോഴും സിനിമകൾ സക്സസ്ഫുൾ ആകുമ്പോഴാണല്ലോ ഇനി അടുത്ത സിനിമയെ കുറിച്ച്. അപ്പോൾ എന്തായാലും ഏറ്റവും മനോഹരമായ ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനിതിന്റെ ഫസ്റ്റ് ഒരു ടീസർ ഇറങ്ങിയ സമയത്ത് അന്ന് ഞാൻ സിനിമയുടെ ഭാഗമല്ല, അന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇതിനെന്താ ഞാനില്ലാത്ത. വൈശാഖ് 15 വർഷങ്ങൾക്ക് മുമ്പാണ്, 15ആണെന്ന് തോന്നുന്നു, വൈശാഖിന്റെ ആദ്യ സിനിമയായ പോക്കിരി രാജയിൽ വൈശാഖ് ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത് ഇൻഡിപെൻഡന്റ് ഡയറക്ടോറിയൽ കരിയറിലെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്ന എന്റെ ക്ലോസപ്പ് ആണ്. 15 വർഷങ്ങൾ വേണ്ടി വന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു സിനിമ ചെയ്യാൻ. ഐ എം ട്രൂലി ഹാപ്പി. അതിനുശേഷം ആദ്യ സിനിമയിൽ നിന്ന് ഇന്ന് ഖലീഫയിൽ എത്തി നിൽക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരുപാട് വലിയ കമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച് 100 കോടി എന്നൊക്കെ പറയുന്ന തുകകൾ നമുക്ക് പരിചിതമാക്കി തന്ന സംവിധായകനാണ് വൈശാഖ്. അപ്പൊ ആ വൈശാഖിന്റെ കൂടെ വീണ്ടും കൊളാബറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് ഐ എം പ്രൗഡ് ഓഫ് ഹിം ആൻഡ് ഐ എം റിയലി റിയലി ഹാപ്പി. Once again, it's a very very happy day for us and very very exciting day for us. കാരണം ഇത് ഖലീഫ പാർട്ട് 1 എന്ന സിനിമയുടെ യാത്രയുടെ ഒരു തരത്തിലുള്ള പര്യവസാനം മാത്രമല്ല, ഇത് മറ്റൊരു യാത്രയുടെ തുടക്കം കൂടിയാണ്. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. ഒരു യാത്രയുടെ ഇടയിൽ കയറി വന്ന ഒരാളാണ് ഞാൻ. എയർപോർട്ടിലോട്ട് പോവാണ്, ഞാൻ പുറത്തേക്ക് പോവാണ്. ഈ സിനിമയിൽ അതുപോലെയാണ്. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് കയറി വന്ന ഒരാളാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ വിജയമായി മാറണമേ എന്ന് തന്നെയാണ്. എല്ലാ സിനിമകളും അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു അധ്വാനം, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. എന്തായാലും എനിക്കിങ്ങനെ റോള് തന്ന ഇതിൻ്റെ സംവിധായകനും എഴുത്തുകാരനും അതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച വ്യക്തിക്കും എല്ലാവർക്കും ഉള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എപ്പോഴും സിനിമകൾ സക്സസ്ഫുൾ ആകുമ്പോഴാണല്ലോ ഇനി അടുത്ത സിനിമയെ കുറിച്ച്. അപ്പോൾ എന്തായാലും ഏറ്റവും മനോഹരമായ ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാമ്പറക്കൽ അഹമ്മദ് ഹാജി, സോറി അതെ, അതിലൊരു പാവം മനുഷ്യനാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കും. താങ്ക് യു വെരി മച്ച്. ഒരിക്കലും എല്ലാവർക്കും ഒരു നല്ല രാത്രി നേരുന്നു. താങ്ക് യു. ഞാൻ നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടു കൂടി, ചേച്ചി സോറി ഇത് കണ്ടില്ല, സമ്മതത്തോടു കൂടി ഇത് കഴിഞ്ഞ് ഞാൻ പോകും. എനിക്ക് എയർപോർട്ടിൽ പോകണം. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. എന്തായാലും ഇപ്പോൾ പോയില്ല, ഒരു 5 മിനിറ്റ്. താങ്ക് യു. ഒരു ചെറിയ ഭാഗമെങ്കിലും ആവാൻ ഇന്ന് തിയേറ്ററിൽ ഇരുന്നിട്ട് ഞാനിതിന് മുമ്പ് ഞങ്ങൾ ലൂസിഫറിന്റെ സമയത്തും എമ്പുരാന്റെ സമയത്തും കവിതയ്ക്ക് ഇതുപോലെ രാവിലെ തന്നെയുള്ള ഷോ കാണുമ്പോൾ ഇത്തരം ആളുകളുടെ കൂടെ ഇരുന്നിട്ട് ആ സിനിമ ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടുള്ള, ഏറ്റവും നന്നായി ആസ്വദിക്കാൻ വന്നിട്ടുള്ള ആളുകളോട് ഇരുന്ന സിനിമ കാണുമ്പോൾ ഒരു ഫീൽ, അത് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അത് അനുഭവിക്കാൻ വേണ്ടി തന്നെ ഞാൻ വേറെ ഷൂട്ടിൻ്റെ ഇടയ്ക്കായിരുന്നു. അതിനു വേണ്ടി തന്നെ ഇന്നലെ തന്നെ അങ്ങോട്ട് പോകും. ഭയങ്കര സന്തോഷം. താങ്ക് യു ജിരിച്ചേട്ടാ, വൈശാഖേട്ടാ, രാജേട്ടാ, ഈ ഒരു സിനിമയിൽ എന്നെ കൂടെ ഭാഗമാക്കിയത്. ഞാനിതിൻ്റെ ഫസ്റ്റ് ഒരു ടീസർ ഇറങ്ങിയ സമയത്ത് അന്ന് ഞാൻ സിനിമയുടെ ഭാഗമല്ല, അന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇതിനെന്താ ഞാനില്ലാത്ത എന്ന് ഞാൻ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ വിളി വരുന്നത്. അപ്പം തന്നെ ഞാൻ ചാടി പിടിച്ചു. പിന്നെ ഈ സിനിമയിൽ അങ്ങനെ എനിക്ക് ഡയലോഗോ അങ്ങനെ പ്രത്യേകിച്ച് മാസ്കുലിക് ആക്ഷൻ രംഗങ്ങളോ ഒന്നുമില്ല. ഫിലിം മേക്കിംഗ് വെച്ച് മാത്രം എനിക്ക് ഏറ്റവും നല്ലൊരു സിനിമയിലെ ഏറ്റവും കൊള്ളാവുന്ന ഒരു സീനിൽ ഏറ്റവും കൊള്ളാവുന്ന മൊമെന്റ് എനിക്ക് വേണ്ടി കരുതി വെച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ബാക്കി എനിക്കും ഇതിനെപ്പറ്റി ആക്ടീവിനെ പറ്റിയിട്ട് എനിക്കിതിൻ്റെ ഒരു വളരെ ചെറിയൊരു ലൈൻ എനിക്ക് ജിനിച്ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് സിനിമയാവാനും അത് ആളുകൾ കാണാനും ഞാനും വെയിറ്റ് ചെയ്യാണ്. പിന്നെ ജിനിച്ചേട്ടൻ്റെ ഈ കഥാപാത്രം അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനത്തെ കുഞ്ഞൊരു പരിപാടി ഉള്ളൂ എന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷപ്പെടുന്ന കാര്യം. ഇതിലുള്ള എല്ലാവരുടെ പേരുകളും കേട്ടപ്പോഴും ഇങ്ങനെയുള്ള വലിയൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗവും പറ്റിയിട്ട് വളരെയധികം സന്തോഷമായിരുന്നു. പിന്നെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് രാജുവേട്ടൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി തുറന്നു പറഞ്ഞത്. ഇത് വെറും തുടക്കം മാത്രമാണ്, ഇതിനങ്ങോട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. എൻ്റെ വൈശാഖിനും ജില്ലേട്ടനും കൂടി കുറച്ചും കൂടി കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി സന്തോഷം തോന്നിയത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വലിയൊരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാരണം ഓണത്തിന് ഇറങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇറങ്ങാൻ പോകുന്നതിൽ വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു നല്ലൊരു സദ്യയായിരിക്കും ഈ പറയുന്ന ഖലീഫ. അപ്പോൾ എല്ലാവരും കാണണം. താങ്ക് യു. ബാക്കി അതിൻ്റെ
പ്രവർത്തകരും എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് ശരിക്കും ഓണം ഒരു പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ഓണം അങ്ങനെ ആഘോഷിക്കാൻ പറ്റാറില്ല. ഞാനിങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഒരു വലിയ നിറമുള്ള ഓണം കിട്ടി. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ കൂടാൻ തീരുമാനിച്ച ഒരു ഓണം കൂടെയാണ്. അത് വലിയ വിജയമാക്കി തന്നെ പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. ഇത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ റിലീസ് ആവുന്ന ആ ഒരു ദിവസം തന്നെ എൻറ്റയർ ക്രൂ ഒരുമിച്ച് ഒത്തുകൂടുന്നത്. ആൻഡ് അതിന്റെ പിന്നിൽ ആക്ച്വൽ റീസൺ എന്താണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്. ഇതൊരു സീക്രട്ട് ആണെന്ന് ചോദിച്ചാൽ പലർക്കും ഇപ്പോ ചെറുതായിട്ടൊക്കെ അറിയുന്ന ഒരു സീക്രട്ട് ആണ്. ഓൾറെഡി ഇവിടെ രാജുവേട്ടൻ സംസാരിച്ചപ്പോ ഇതിന്റെ ഒരു ഹിന്റ് കൂടെ തന്നിരുന്നു എന്താണ് നമ്മൾ ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നതെന്ന്. രണ്ടുപേരെ കൂടി ഒന്ന് വിളിച്ചോട്ടെ. കൈറ പ്ലീസ് ജോയിൻ us. ഡോൺ രണ്ടുപേരും ഞങ്ങളോടൊപ്പം ചേർന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സിനിമ കണ്ടവർക്കറിയാം, വളരെ പ്രധാനപ്പെട്ട രണ്ട് വേഷങ്ങളാണ്. ജേക്സേട്ടാ വരൂ. ഇനി ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയതിന്റെ റീസൺ എന്താണ് എന്ന് നമ്മളെല്ലാവരും അറിയുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഓണം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് ഖലീഫയാണെങ്കിൽ ഇന്ന് we are going to reveal something for you. ലാലേട്ടാ ബസർ സെറ്റ് ആണ്. ലാലേട്ടൻ ഒന്ന് സെന്ററിലേക്ക് വന്ന് ആ ബസർ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സീക്രട്ട് റിവീലിംഗ് എന്ന് നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു നല്ല കൈയുടെയും ഒച്ചയും ബഹളവും വേണം. നമുക്കൊന്ന് ആഘോഷമാക്കി മാറ്റണം. ഇതിന്റെ ലോഞ്ച് വേണ്ടിയാണ് നമ്മളെല്ലാവരും എത്തിയത്. ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മളെല്ലാവരും തിയേറ്ററിൽ ആഘോഷിച്ചെങ്കിൽ ഇനി കാത്തിരിപ്പ്, മലയാള സിനിമ ആഘോഷിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവരുടെയും കാത്തിരിപ്പ് പാർട്ട് 2 വേണ്ടിയിട്ടാണ്. സോ ഒരു എന്താണ് ആന്റിസിപ്പേഷന്റെ കഥ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്, എന്താണ് പ്ലാൻ എന്നറിയണം. ഒരു 2 വാക്ക് എല്ലാവരോടും അബൌട്ട് ഖലീഫ 2 ദ ലെഗസി. ഒരു പിടിയില്ല, സത്യം പറഞ്ഞാണ്, എനിക്കറിയില്ല എന്തൊക്കെയോ പരിപാടികളാണ്. ഇത് കേൾക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ പരിപാടികൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് പേരുണ്ട്. പക്ഷെ എനിക്ക് രാജുവിനോട് ചോദിച്ചു നോക്കാം. രാജുവിനോട് എന്തായിരിക്കും അല്ല എന്നാലും ആദ്യം ഒരു 2 വാക്ക് എല്ലാവരോടും. നമ്മളിവിടെ ലോഞ്ച് ഒക്കെ ചെയ്തില്ലേ നമ്മുടെ 2 ദ ലെഗസി ഖലീഫ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഒരു ലെഗസിയെ കുറിച്ച് ഈ സിനിമ കണ്ട ആൾക്കാർക്ക് ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആ ലെഗസിയുടെ പിന്നിൽ ഒരു വലിയ കഥയാണ്. 1970s and 80s അയാൾ കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യത്തിന്റെയും അയാൾ ഫേസ് ചെയ്ത ഒരു വലിയ ഒരു വാറിന്റെയും ഒരു കഥയാണ്. ആ കഥ ബ്രീഫായിട്ട് ജിനു വൈശാലിനോട് എന്നോടും പറഞ്ഞിട്ടുണ്ട്. ആ കഥയുടെ എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിനെ പാർട്ട് 1 ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആങ്കർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും അതിന്റെ ഇതായി ലാലേട്ടനെ പോയി കാണുന്നതും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരമൊരു വലിയ സ്കെയിലുള്ള ഒരു മാസ് ആക്ഷൻ കമേഴ്ഷ്യൽ സിനിമയിൽ ലാലേട്ടനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒരു ആരാധകന നിലയ്ക്ക് എനിക്കുണ്ട്. സോ തീർച്ചയായിട്ടും ആ സിനിമ ഞങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് എന്നാണെങ്കിലും അത് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആ സിനിമ കാണാൻ പ്രേക്ഷകർക്കിടയിൽ ഞാനും ഉണ്ടാവും, ആ സിനിമയിലും ഞാനും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.